ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിലായ വിവരം ആരാധകരുമായി പങ്കുവെച്ച് നടി ദേവി ചന്ദന. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വിവരങ്ങൾ പങ്കുവച്ചത്. ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവി ചന്ദനയും ഭർത്താവ് കിഷോറും പറഞ്ഞു. മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ച് അസുഖത്തെ നിസ്സാരമാക്കി കണ്ടവരുണ്ടെന്നും ദേവി ചന്ദന പറഞ്ഞു. നിസ്സാരമായി തള്ളിക്കളയേണ്ട അസുഖമല്ല ഇതെന്ന് പറഞ്ഞ ദേവി ചന്ദന തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വിവരിച്ചു. കുറച്ചു നാളായി കാണുന്നില്ലല്ലോ എന്ന് കുറെ പേർ അന്വേഷിച്ചിരുന്നു. 1 മാസമായി ആശുപത്രിയിലായിരുന്നു. ചെറിയ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു. പക്ഷേ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ലിവർ എൻസൈമുകൾ നന്നായി കൂടി. ICUവിൽ അഡ്മിറ്റായി. 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇപ്പോൾ ഭേദമായി വരുന്നു. കോവിഡ് വന്നപ്പോൾ കരുതിയത് അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്ന്. 6 മാസം കഴിഞ്ഞപ്പോൾ H1N1 ബാധിച്ചു. അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നെന്ന്. H1N1 ബാധിച്ച് ആകെ ബുദ്ധിമുട്ടി. പക്ഷേ ഇതുണ്ടല്ലോ, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു. എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. മൂന്നാറിലൊക്കെ എല്ലാവരുടെയും കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ ഭയങ്കര പ്രതിരോധ ശേഷി കൊണ്ടാവാം എനിക്ക് മാത്രം അസുഖം വന്നത്, ദേവിചന്ദന പറയുന്നു. ദേവിചന്ദനയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഭർത്താവ് കിഷോറും വീഡിയോയിൽ സംസാരിച്ചു. കഴിഞ്ഞ മാസം 26-ന് രാത്രി അഡ്മിറ്റ് ആയതാണ്. ആ സമയത്ത് അട്ടയൊക്കെ ചുരുണ്ട് കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ്. സംസാരമില്ല, എഴുന്നേൽക്കില്ല. ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ കഴിച്ചാൽ ഛർദ്ദിക്കുമോ എന്ന പേടി. ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണും ദേഹവും ഒക്കെ മഞ്ഞ കളർ. ബിലിറൂബിൻ 18 എൻസൈംസ് ഒക്കെ 6000 ഒക്കെ ആയി, കിഷോർ പറഞ്ഞു. ഈ അസുഖത്തിനെ കുറിച്ച് നമുക്ക് ധാരണയില്ലായിരുന്നു. ഇടയ്ക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകാറുണ്ടായിരുന്നു. അത് തണുപ്പിന്റെയൊക്കെ ആകുമെന്ന് കരുതി നിസ്സാരമായി കണ്ടു. കരൾ വീങ്ങിയിരിക്കുന്നത് കാരണം ശ്വാസം മുട്ടിയതാണ്. ആശുപത്രിയിലായതു കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റം നേരിൽ കാണാൻ കഴിഞ്ഞില്ല. ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് 3 ആഴ്ചയോളമായി. ICUവിൽ ഫോൺ പറ്റില്ല. ഒരുപാട് പേർ വിളിച്ച് അന്വേഷിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി, ദേവിചന്ദന വീഡിയോയിൽ പറഞ്ഞു. മഞ്ഞപ്പിത്തമാണെന്ന് പറയുമ്പോൾ പലരും രാഘവത്തോട് സംസാരിച്ചതായും ദേവിചന്ദനയും ഭർത്താവും പറഞ്ഞു. ഭക്ഷണത്തിലടക്കം വളരെയധികം ശ്രദ്ധ കൊടുത്താണ് കരളിന്റെ ആരോഗ്യം ഇപ്പോഴും കാക്കുന്നതെന്ന് താരം പറഞ്ഞു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളം, ഭക്ഷണം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലൊക്കെ പോയവരുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. പറയുമ്പോൾ എളുപ്പമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ദേവിചന്ദന വീഡിയോയിൽ പറയുന്നു.